മലയാള സിനിമ ഇന്റർവെല്ലൊക്കെ കിട്ടില്ല തീ പോലൊരു ഇന്റർവെൽ സീൻ. Hey Cinephils, welcome back. The most awaited ഓണം റിലീസ് മലയാളത്തിന്റെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ മൂവിയായിട്ട് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് എത്തുന്നു. കൂടെ നെസ്ലനും ഉണ്ട്. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടിറങ്ങി ഓടിച്ചതിനോട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻസ് ചോദിച്ചു നോക്കാം. നേരെ ലോക റിവ്യൂലേക്ക്. ടോപ്പ് സോപ്പ് ഫസ്റ്റ് ഹാഫ് മലയാള സിനിമ വേറെ ലെവല് ഫ്രെയിം വേറെ ലെവല് മേക്കിംഗ് എല്ലാം ടോപ്പ് ഒരു ഹോളിവുഡ് ലെവൽ അടിപൊളി സാധനം. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെറ്റാണ്. കിടിലം പടം, ഗംഭീര പടം. ഇത്രയും പ്രതീക്ഷയില്ല. ഇന്റർവെല്ലൊക്കെ കിടിലം, ഭയങ്കര കിടിലം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. കല്യാണി പ്രദർശനം കിടിലാക്കിട്ട് പറഞ്ഞാൽ തന്നെ മോളിവുഡിന്റെ ഒരു റേഞ്ച് മാറ്റമാണ്. ഒരു യൂണിവേഴ്സ് ആണ്, കിടിലം കൺസെപ്റ്റ്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആകും, പക്ഷേ കല്യാണി പ്രിയദർശനായാലും നസലിനായാലും എല്ലാവരും വിളിച്ചിറങ്ങുന്നു. കോമഡി ഉണ്ട്, ഫണ്ണുണ്ട്. കല്യാണി പ്രിയദർശൻ കിട്ടില്ല, സ്ക്രീൻ പ്രസൻസും കിട്ടില്ല. ഇന്റർവെല്ലൊക്കെ അടിപൊളിപ്പടം. അപ്പോൾ ലാലേട്ടൻ ഒരു ക്ലാഷ് വെക്കുന്നൊരു ഭീഷണിയാവും അതെനിക്കറിയാം, പക്ഷേ ഈ പടം കിടിലമാണ്. ഇത് ഇന്റർവെൽ വരെ കിടിലം. അപ്പോൾ നമ്മളെ ട്രെയിലറൊക്കെ കണ്ട പോലെ ഒരു ഹോളിവുഡ് ടച്ച്, ഒരു എക്സ്പെക്ടേഷൻ. ഹോളിവുഡ് അല്ല, നമ്മുടെ ഒരു മലയാളത്തിന്റെ ഒരു ഐതിഹ്യമൊക്കെ വെച്ചുള്ള കിടിലം. കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആകും, കിടിലം പടം. പോലെ മലയാളത്തിന്റെ ഒരു കിടിലം മേക്കിംഗ്, സ്റ്റൈലിഷ് മേക്കിംഗ്, നല്ല കളർ ടോൺ, നല്ല എഡിറ്റിങ്, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പിന്നെ തീ പോലൊരു ഇന്റർവെൽ സീൻ ഒരു ചെറിയ കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കിടിലൊരു ആക്ഷൻ സീൻ. തൃപ്തിയായി, പകുതിയായപ്പോൾ തന്നെ ഇനി ബാക്കി എക്സ്പെക്ട് ചെയ്തിരിക്കുവാണെന്ന് കണ്ടിട്ട് പറയാം. നല്ല രസമുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സും അതൊക്കെ സൂപ്പർ ഹീറോ നമ്മൾ ഉദ്ദേശിച്ച കണക്കൊരു ടൈപ്പ് അല്ല. നമ്മളൊരു ഇന്റർവ്യൂവിൽ എത്തിയപ്പോഴത്തേക്കിന് പടത്തിന്റെ വന്നേക്കുന്ന രീതി തന്നെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച് വെച്ച ഒരു സാധനം അല്ല അവർ ഉദ്ദേശിച്ചേക്കുന്ന. മിത്തെടുത്തേക്കുന്ന നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ആവട്ടെ, അതുപോലെ തന്നെ അവരുടെ അത് തന്നെ സിനിമാറ്റോഗ്രാഫി ആവട്ടെ, BGM ആവട്ടെ, കല്യാണി എല്ലാവരും ഇന്റർവെൽ വരെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വെച്ചൊരു മൈൻഡുമായിട്ട് നമ്മൾ വന്നൊരു കഥ. പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു സൂപ്പർ വുമൺ അല്ല. സംഭവങ്ങളാണ് മിത്തായിട്ട് എടുത്ത് വെച്ചേക്കുന്ന എല്ലാം നല്ല രസമുണ്ട്. അടുത്ത ഇനി എന്താവുന്ന എന്തായാലും സ്റ്റാർട്ടിങ് ആണല്ലോ ഇതിന്റെ. എല്ലാം കൊണ്ട് ഒരു വെറൈറ്റി ആയിരുന്നു. മ്യൂസിക് ആയാലും ക്യാമറ വർക്കും വിഷ്വൽസും എല്ലാം കൊണ്ട് ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ ഒരു ഹോളിവുഡ് ലെവലിനൊക്കെ പറയാൻ പറ്റും. എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലം പടം, നല്ല ഇഷ്ടപ്പെട്ടു. മലയാളത്തിന്റെ ഒരു നല്ല പടം, കൊള്ളാം. ഫുൾ കണ്ടുകഴിയുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതുവരെ കൊള്ളാം, നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രെയിം ഒക്കെയാണ് പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. കൊള്ളാം, നല്ല പടമാണ്. നിമിഷ് രവിയുടെ ക്യാമറയും എല്ലാം ഭയങ്കര രസമുണ്ട്. ഗ്രേഡിങ്ങും എല്ലാം പക്കയാണ്. ടോട്ടലി ഒരു ജോണറും ഇതൊക്കെ എങ്ങനെയാണ്? അതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. മലയാളത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവല് ഫീൽ ചെയ്യും. നൈസാണ്. ഫസ്റ്റ് കൊള്ളാം. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. ഒരു